പ്രിയമുള്ളവരെ, നൈറ്റ് വിജിറ്റ് ശുശ്രൂഷയിലൂടെ അനേകരുടെ ജീവിതത്തിൽ ഈശോ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ ശ്രവിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹം അവർ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ നാമത്തെ ഈ ലോകത്തിൽ വെച്ച് അവർ മഹത്വപ്പെടുത്തുക. ഈ സെക്ഷനിൽ നമ്മളെ സഹായിക്കുന്നത് ശാലോമിൻ്റെ ശുശ്രൂഷകനായ ബാബു NV. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ദൈവം സ്വർഗം തുറന്ന് തൻ്റെ ജനത്തെ അത്ഭുതകരമായി വിടിവിക്കുന്ന, സന്ദർശിക്കുന്ന ഈ രാത്രിയിൽ നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കാം. നമ്മുടെ ജീവിതങ്ങളെയും നിശ്ചയമായും ഈ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം സന്ദർശിക്കുക തന്നെ ചെയ്യും. കരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 33 അവിടെ നമ്മൾ കാണുകയാണ്, മോശ പ്രവാചകൻ ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനാ നിരതനായി സമയങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. 34 വരുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവ സാന്നിധ്യത്തിലായിരുന്ന മോശയുടെ അടുക്കലേക്ക് ദൈവം കടന്നു വന്നു. 10-ാം തിരുവചനം മോശയോട് കർത്താവ് ഇപ്രകാരം പറയുകയാണ്, മോശേ, നീയുമായി ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്ത് ഒരു ജനത്തിൻ്റെ ഇടയിലും നടക്കാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നൈറ്റ് വിജിലിൻ്റെ ഓരോ രാത്രി ആരാധനകളിലും സ്വർഗത്തിലെ ദൈവം അതിശയകരമായി തൻ്റെ ജനത്തെ സന്ദർശിച്ച് സൗഖ്യപ്പെടുത്തി വിടുവിച്ച അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ കഴിഞ്ഞ ഓരോ നൈറ്റ് വിജിലുകളിലും നമ്മൾ വായിച്ച് കേട്ട് കർത്താവിന് നന്ദി പറഞ്ഞതാണ്. വീണ്ടും അതേ ദൈവത്തിൻ്റെ കരബലം ഈ രാത്രി നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ കണ്ണുനീരുകളിൽ, നമ്മുടെ തകർച്ചകളിലേക്ക് ഈ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ. തീർച്ചയായും നിങ്ങൾ എവിടെയായിരുന്നാലും അവിടങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരും. നിന്റെ കുടുംബത്തിൽ, നിന്റെ സാഹചര്യത്തിൽ, നിന്റെ കണ്ണുനീരിൽ കർത്താവിൻ്റെ ശക്തിയും സാന്നിധ്യവും ഈ രാത്രിയിൽ കടന്നു വരുമെന്ന് നമ്മൾ വിശ്വസിക്കണം. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാം. ഈ രാത്രിയിൽ കർത്താവ് നമ്മെ അത്ഭുതകരമായി വിടുവിക്കും. പ്രിയമുള്ളവരെ, യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിശയകരമായി കർത്താവ് ഇടപെട്ട എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്നും ഈ രാത്രിയിൽ ഓർത്തെടുക്കുന്നത് നല്ലതാണ്. വിശ്വസിക്കണം, കർത്താവ് അതേ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ ദൈവം ഈ രാത്രിയിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി ഇടപെടും. നമുക്ക് വിശ്വസിക്കാം. അവൻ അതിശക്തനായ ദൈവമാണ്. യൂദാ വംശത്തിലെ സിംഹമെന്ന് വെളിപാട് പുസ്തകം അവനെ വിശേഷിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ നൈറ്റ് വിജിലുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ദൈവം ഇടപെട്ട അനന്ത നന്മകളെ ഓർത്ത് ഒരു 5 മിനിറ്റ് സമയം കർത്താവിന് നന്ദി പറയുവാൻ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. സ്വതന്ത്രമായി കർത്താവിൻ്റെ പക്കലേക്ക് ദൈവം തന്ന നന്മകളെ ഓർത്ത് ഉണർവുള്ളവരായി, സന്തോഷമുള്ളവരായി കർത്താവ് ഈ രാത്രിയിൽ എന്നെ തൊടുമെന്ന് വിശ്വസിക്കണം. പ്രിയപ്പെട്ടവർ, എന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കണം. ആ വിശ്വാസം ഏറ്റെടുക്കുന്നവർക്കാണ് ദൈവാനുഗ്രഹവും ദൈവ അഭിഷേകവും ദൈവിക വിടുതലും പ്രാപിക്കാൻ കഴിയുക. 2 കരവും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്താമോ? ദൈവം തന്ന നന്മകളെ ഒന്ന് ഓർത്തുകൊണ്ട് ഹൃദയപൂർവ്വം, ആരെയും ശ്രദ്ധിക്കാതെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട്, കുടുംബത്തിലെ സാഹചര്യങ്ങളിലായിരിക്കാം, നിങ്ങൾ രോഗക്കിടക്കയിലായിരിക്കാം, ഹോസ്പിറ്റലിലായിരിക്കാം, ഓഫീസിലായിരിക്കാം, നിങ്ങളുടെ കോൺവെന്റുകളായിരിക്കാം, എവിടെയായിരുന്നാലും ഈ ദൈവത്തെ കരമൊന്ന് ഉയർത്തി സ്വതന്ത്രമായി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്വരമുയരട്ടെ. ഹല്ലേലൂയ. വായികൾ തുറന്ന്, ആദരം തുറന്ന്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയോട് നന്ദി പറയുന്നു. നാളിതുവരെ ചൊരിഞ്ഞ എല്ലാ നന്മകളെയോ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഓ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ നടിക്കാം. ഒന്ന് ചിരിച്ചുകൊണ്ട്, ചിരി ഫ്രീ ആണ് കേട്ടോ, ചിരി ഫ്രീയാ. ഒന്ന് ചിരിക്കാം. കടന്നു വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് നോക്കാം.
ഉയർത്തിരിക്കാമോ? കരമൊന്ന് ഉയർത്തിരിക്കാമോ? ഉണർവോടെ കരങ്ങൾ താഴ്ത്തിയടിക്കാം. യേശുവിനെ വാഴ്ത്തിടാം, മഹിമപ്രദാനവൻ. യേശുവിനെ വാഴ്ത്തിടാം, മഹിമപ്രദാനവൻ. ഹല്ലേലൂയ. രാജാധിരാജനവൻ, യൂദാതൻ സിംഹമവൻ, കർത്താവേ കർത്തനവൻ. ആനന്ദിച്ച് ആനന്ദിച്ച് ആനന്ദിച്ച്. ഹല്ലേലൂയ. രാജാധിരാജനവൻ, യൂദാതൻ സിംഹമവൻ, കർത്താവേ കർത്തനവൻ. കരങ്ങൾ താഴ്ത്തി, കരങ്ങൾ താഴ്ത്തി, കാലുകളൊന്ന് ചലിപ്പിച്ച് ആനന്ദിച്ച് ഒന്ന് സന്തോഷിക്കുന്നേ. കരമൊന്ന് എത്തടിച്ച് ദയവായി ശക്തിയോടെ. നല്ലവനെ വാഴ്ത്തിടാം, മഹിമപ്രദാനവൻ. നല്ലവനെ വാഴ്ത്തിടാം, മഹിമപ്രദാനവൻ. ഹല്ലേലൂയ. രാജാധിരാജനവൻ, യൂദാതൻ സിംഹമവൻ, കർത്താവേ കർത്തനവൻ. ഹല്ലേലൂയ. രാജാധിരാജനവൻ, യൂദാതൻ സിംഹമവൻ, കർത്താവേ കർത്തനവൻ. കരമയത്തിയടിക്കുന്നു. സന്തോഷിച്ച് ഒന്ന് ചിരിച്ചുകൊണ്ട് ഹായ്. ശക്തിയോടെ വാഴ്ത്തിടാം, മഹിമപ്രദാനവൻ. ശക്തിയോടെ വാഴ്ത്തിടാം, മഹിമപ്രദാനവൻ. ഹല്ലേലൂയ. രാജാധിരാജനവൻ, യൂദാതൻ സിംഹമവൻ, കർത്താവേ കർത്തനവൻ. 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 രണ്ട് കരമുയർത്തി ഒന്ന് യേശുവേ എന്ന് വിളിക്കാമോ? ശക്തിയോടെ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായി നമുക്കിരിക്കാം. പ്രിയമുള്ളവരെ, ഓരോ മാസവും അതിശയകരമായ വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും കത്തുകളാണ് വായിച്ച് നമ്മുടെ കർത്താവിന് നമ്മൾ മുഴുവൻ മഹത്വവും കൊടുക്കാൻ പോകുന്നത്. എൻ്റെ പേര് ആൻ മേരി. മസ്കറ്റിൽ കോളേജ് ലെക്ചറായി ജോലി ചെയ്യുന്നു. എൻ്റെ ചേച്ചിയുടെ മകൻ പോൾവിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. 2017 ഫെബ്രുവരി 10 പോൾവിനും 6 കൂട്ടുകാരും സഞ്ചരിച്ചിരുന്ന കാർ വലിയൊരു അപകടത്തിൽപ്പെട്ടു. വളരെ ഗുരുതരമായ പരിക്ക് പറ്റിയ പോൾവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. 3 ഓപ്പറേഷനുകൾക്ക് വിധേയനാകേണ്ടി വന്നു. 15 ദിവസത്തോളം ICUവിൽ കിടന്നു. ആദ്യത്തെ ഓപ്പറേഷന് ശേഷം എടുത്ത സ്കാനിങ്ങിൽ ആന്തരിക അവയവങ്ങളെല്ലാം തകരാറിലായി എന്ന് കണ്ടു. പിറ്റേ ദിവസം തന്നെ ഞാൻ ശാലോമിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും പരിപൂർണമായി സൗഖ്യപ്പെട്ടാൽ ശാലോമിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും ചെയ്തു. അതിനുശേഷം അവൻ്റെ സ്ഥിതി വളരെ മോശമായി. വീണ്ടും 2 ഓപ്പറേഷനുകൾ കൂടി വേണ്ടി വന്നു. ആ സമയത്തും ശാലോമിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ പോൾവിന് അത്ഭുതകരമായി സൗഖ്യം അനുഭവപ്പെട്ടു തുടങ്ങി. ഹല്ലേലൂയ. 1 മാസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്തു. പിന്നീട് എടുത്ത സ്കാനിങ്ങിൽ പരിപൂർണ സൗഖ്യം വെളിപ്പെടുകയും ചെയ്തു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് 1000 നന്ദി.
കരങ്ങളടിച്ച് നല്ല കർത്താവിന് മുഴുവൻ മഹത്വം കൊടുക്കാം. പ്രിയപ്പെട്ടവരെ നോക്കുക, തൻ്റെ സഹോദരിയുടെ കുഞ്ഞ് കാർ ആക്സിഡൻറ്റിൽപ്പെട്ട് അവൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം തകരാറിലായി എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ സാഹചര്യത്തിൽ അവർ ഷാലോമിലേക്ക് നൈറ്റ് പ്രാർത്ഥനയ്ക്കായി വിളിച്ചു. പ്രാർത്ഥന സഹായി ഇവിടുന്ന് വാഗ്ദാനം ചെയ്തു. തുടർന്നും 2ഓളം ഓപ്പറേഷനുകൾ ഈ സഹോദരൻ വിധേയനായി. ആ സമയത്ത് ഇവിടെ വീണ്ടും വിളിച്ചു പ്രാർത്ഥനയ്ക്കായി ചോദിച്ചു. തുടർന്നുള്ള ദിനങ്ങളിൽ അത്ഭുതകരമായി ഈ മകൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വന്നു, സൗഖ്യം വന്നു. ഗാനം ആലപിച്ച് നല്ല കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സന്തോഷത്തോടെ ജീവിക്കുന്ന ദൈവമേ, എന്നും സ്തുതി നിനക്ക്. രക്ഷിക്കുന്ന ദൈവമേ, എന്നും സ്തുതി നിനക്ക്. ജീവിക്കുന്ന ദൈവമേ, ജീവിക്കുന്ന ദൈവമേ, എന്നും സ്തുതി നിനക്ക്. രക്ഷിക്കുന്ന ദൈവമേ, എന്നും സ്തുതി നിനക്ക്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും നമ്മുടെ മേൽ സൗഖ്യം വന്നുകൊണ്ടിരിക്കും. വിശ്വസിക്കണം, കർത്താവ് നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥകളിലേക്ക് കർത്താവിൻ്റെ അരൂപി വന്ന് നിറയുന്നുണ്ട്. കരമേർത്തി ഹാലലുയ പറയാം. ഹാലലുയ, ഹാലലുയ. അടുത്ത കത്ത് നമുക്ക് വായിച്ച് കേൾക്കാം. വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറയിൽ നിന്നാണ് ഈ കത്തെഴുതുന്നത്. എൻ്റെ പേര് ലിസി കുര്യാക്കോസ്. ഒരു കാർഷിക കുടുംബത്തിലെ വീട്ടമ്മയാണ് ഞാൻ. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ നൈറ്റ് വിജിലിൻ്റെ സമയത്ത് ജപ്തി നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കാർഷിക സ്ഥലം വിറ്റ് കടം വീട്ടാൻ അനുഗ്രഹിക്കണമേ എന്ന നിയോഗം ടിവിയുടെ മുമ്പിൽ എഴുതി വെച്ച് ഞാനും ഭർത്താവും പ്രാർത്ഥിച്ചു. 16 വർഷം മുമ്പ് തന്നെ വിൽപ്പനയ്ക്ക് മാറ്റിയിട്ടിരുന്ന ഒരു 35 സെൻറ്റ് സ്ഥലം പല കാരണങ്ങളാൽ അതുവരെയും കച്ചവടം നടന്നിരുന്നില്ല. എന്നാൽ നൈറ്റ് വിൽ കഴിഞ്ഞ് പിറ്റേ വെള്ളിയാഴ്ച രാവിലെ തന്നെ ഈ സ്ഥലം ആവശ്യപ്പെട്ട ആൾ വരികയും അഡ്വാൻസ് തന്ന പണം ബാങ്കിൽ അടച്ച് കടം വീട്ടുകയും ചെയ്തു. പ്രാർത്ഥിച്ചു തീരും മുമ്പേ മറുപടി തന്ന കർത്താവിന് 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കടബാധ്യത മൂലം ജപ്തിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കുടുംബം അവർ കണ്ണീരോടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടിവിയുടെ മുമ്പിൽ അവരുടെ നിയോഗം നൈറ്റ് വിലിനോട് ചേർന്ന് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ വെള്ളിയാഴ്ച തന്നെ 16 വർഷമായിട്ടും പ്രാർത്ഥിച്ചിട്ട് ഒരു തുറവില്ലാതിരുന്ന സ്ഥലം വിൽക്കുവാനായിട്ട് അത്ഭുതകരമായി കർത്താവ് ഇടപെട്ടു. നാഹും പ്രവചനത്തിൻ്റെ 1-ാം അധ്യായം 7-ാം തിരുവചനം ഇപ്രകാരം നാം വായിക്കുന്നു. കർത്താവ് നല്ലവനും കഷ്ടയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവനെ അവിടുന്ന് അറിയുന്ന ദൈവം മരിച്ചിട്ടില്ല, അവൻ ഇന്നും ജീവിക്കുകയാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഈ രാത്രിയിൽ സ്വർഗത്തിൻ്റെ ദൈവം മറുപടി തരിക തന്നെ ചെയ്യും. കരമുയർത്തി കരങ്ങൾ അടിച്ച് ഒരു നന്ദി പറഞ്ഞ് ഗാനം ആലപിച്ച് നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. കരമൊന്നുയർത്തി അടിച്ച് എല്ലാവരും മനമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ചു തിരുനാമം സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏകനാമം യേശുനാമം, പാവനനാമം സ്തുതിച്ചിടുന്നു. ഏകനാമം യേശുനാമം, പാവനനാമം സ്തുതിച്ചിടുന്നു. മനമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ചു തിരുനാമം സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ലിൻഡ സജി. ഞാൻ UK-യിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. 4 വർഷത്തോളമായി ഞങ്ങൾ ഷാലോം നൈറ്റ് വിജിൽ കാണുന്നവരാണ്. UK-യിൽ MBBS പഠനത്തിന് പ്രവേശനം ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. +2-ന് നല്ല മാർക്കുണ്ടെങ്കിലും ഇൻ്റർവ്യൂവിലും പ്രവേശന പരീക്ഷയിലും നല്ല സ്കോർ നേടിയെങ്കിലേ അഡ്മിഷൻ ലഭിക്കൂ. കഴിഞ്ഞ ഒക്ടോബറിൽ എൻ്റെ MBBS ആപ്ലിക്കേഷൻ അയക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഷാലോം നൈറ്റ് വിജിൽ കണ്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ഇൻ്റർവ്യൂ ജനുവരിയിലായിരുന്നു. ഇൻ്റർവ്യൂവിൽ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. എന്നിരുന്നാലും
MBBS പ്രവേശനം നേടുന്നതിന് +2 പരീക്ഷകളിൽ 3 A ഗ്രേഡെങ്കിലും കിട്ടണമായിരുന്നു. പുതിയ സിലബസ് ആയിരുന്നതിനാൽ പരീക്ഷകൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓരോ പരീക്ഷയ്ക്ക് മുമ്പ് ഞങ്ങൾ ഷാലോമിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. എൻ്റെ +2 ഫലം വന്നപ്പോൾ 3 A ഗ്രേഡ് ചോദിച്ച എനിക്ക് 3 A+ ഗ്രേഡ് തന്ന് ദൈവം അനുഗ്രഹിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ വീടിനടുത്തുള്ള സർവകലാശാലയിൽ MBBS പഠിക്കാൻ എനിക്ക് പ്രവേശനം ലഭിച്ചു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച എൻ്റെ ദൈവത്തിന് 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കത്തിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം, ധാരാളം ഇംഗ്ലീഷ് വിദ്യാർത്ഥികൾ ആ കുട്ടിയോടൊപ്പം പഠിക്കുന്നുണ്ട്. അവരെല്ലാം പിന്നിലാക്കി ഉന്നതമായ വിജയം ഈ കുടുംബത്തിനും ഈ വ്യക്തിക്കും കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ചു. ഈ നല്ലവനായ കർത്താവിനെ 2 കരവുമുയർത്തി സ്വരമുയർത്തി നന്ദി പറഞ്ഞെന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത കത്ത് വായിച്ച് നമുക്ക് കേൾക്കാം. ഷാലോം നൈറ്റ് വിജിൽ TV-യിലൂടെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഈ കത്തെഴുതുന്നത്. എൻ്റെ പേര് ലില്ലിക്കുട്ടി ജോസ്. BSc നേഴ്സായ എൻ്റെ മകൾ സാമ്പത്തിക ബാധ്യത മൂലം 1.5 വയസ്സും 6 മാസവും പ്രായമുള്ള മക്കളെ നാട്ടിൽ മാതാപിതാക്കളെ ഏൽപ്പിച്ച് 2017 ഏപ്രിൽ മാസത്തിൽ ജോലിക്ക് വേണ്ടി ദുബായിലേക്ക് പോയെങ്കിലും ജോലിയൊന്നും കിട്ടിയില്ല. ആകെ വിഷമത്തിലായ ഞാൻ ആ മാസത്തിലെ TV-യിലൂടെയുള്ള നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ മകളെയും ഈ നിയോഗം എഴുതി ദിവ്യകാരുണ്യത്തിൽ മുട്ടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായി അവൾക്ക് ജോലി കൊടുക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു. റംസാൻ നോമ്പ് കാലമായിരുന്നെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു. ജൂലൈയിലെ ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ഓഫർ സൈൻ ചെയ്യുകയും ഓഗസ്റ്റിലെ ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് മകൾ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച ദൈവത്തിന് 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. ബൈബിൾ ഇപ്രകാരം വിശേഷിപ്പിക്കുന്നു. 121 സങ്കീർത്തനം അതിൻ്റെ 3ഉം 4ഉം തിരുവചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിന്നെ കാക്കുന്ന ദൈവം ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയോ ഉറങ്ങുകയോ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഒരു ജോലിക്ക് വേണ്ടി ടിവിയുടെ മുമ്പിലിരുന്ന് നൈറ്റ് വിജിലിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന തൻ്റെ മക്കളുടെ മേൽ ഈ രാത്രി ദൈവം അത്ഭുതകരമായ തൻ്റെ വിടുതൽ സ്വർഗം തുറന്ന് അയക്കുന്ന ഈ രാത്രിയിൽ കരമടിച്ച് ഗാനം ആലപിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് അവിടുത്തെ മഹത്വം കൊടുക്കാം. ജീവനോടെ ഇസ്രായേലിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട ഇസ്രായേലിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. മാധവന്റെ കൂടാരത്തിൽ അടുക്കയില്ല, മാധവന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. സൈന്യത്തിൻ നായകൻ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ലോകശക്തികൾ നമ്മെ ജയിക്കയില്ല. സൈന്യത്തിൻ നായകൻ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ലോകശക്തികൾ നമ്മെ ജയിക്കയില്ല. പ്രിയമുള്ളവരെ, വിവാഹം കഴിഞ്ഞ എല്ലാ ദമ്പതികളുടെയും വലിയൊരു ആഗ്രഹമാണ് കുഞ്ഞുങ്ങളെ ലഭിക്കുക എന്നുള്ളത്. എന്നാൽ അനേകം ദമ്പതികൾ മക്കളെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, അതിശയകരമായ കർത്താവ് ഇടപെട്ട അനേകം സാക്ഷ്യങ്ങൾ നമ്മുടെ ഓഫീസിൽ ശാലോമിൽ ലഭിക്കാറുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത 3 കത്തുകളാണ്, സന്താനങ്ങളെ ലഭിച്ച സാക്ഷ്യത്തിൻ്റെ കത്തുകളാണ് ഇപ്പോൾ വായിക്കുന്നത്. ഒമാനിൽ നിന്ന് ജേക്കബ് പീറ്റർ എഴുതുന്ന കത്ത്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. പലവിധ ചികിത്സകളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് എനിക്ക് പരിചയമുള്ള ഒരു സഹോദരി ഷാലോം TV-യിലെ നൈറ്റ് വിജിലിനെ കുറിച്ച് പറഞ്ഞത്. 6 മാസം നൈറ്റ് വിജിൽ കണ്ട് പ്രാർത്ഥിക്കാൻ അവർ പറഞ്ഞു. അതുപ്രകാരം ഞാനും ഭാര്യയും സ്ഥിരമായി എല്ലാ മാസവും നൈറ്റ് വിജിൽ കാണുമായിരുന്നു. ചികിത്സയ്ക്കായി ഭാര്യ നാട്ടിലേക്ക് പോയ മാസം ഞാൻ ഒറ്റയ്ക്കാണ് ആ മാസത്തെ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടത്. അന്ന് തിരുവോസ്തി എഴുന്നള്ളിച്ചു വെച്ച് ആരാധിക്കുന്ന സമയത്ത് എന്നോട് ആരോ മന്ത്രിക്കുന്നതായി തോന്നി. മുട്ടുകുത്തി നിന്ന്
ടി വിയിൽ കാണുന്ന തിരുവോസ്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുവിൻ. ഞാൻ അപ്രകാരം പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ആൺകുട്ടിയെ നൽകി ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. 15 വർഷത്തിന് ശേഷം സന്താനത്തെ കൊടുത്ത് കർത്താവ് ശാലോം ടി വിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, അതിൻ്റെ മുൻപിൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയുടെ മറുപടിയായി കുഞ്ഞിനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചതിൻ്റെ ഒരു കത്താണ് നാം വായിച്ച് കേട്ടത്. ഇനി 10 വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞിനെ ലഭിച്ചതിൻ്റെ ഒരു സാക്ഷ്യം കൂടി കേൾക്കാം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് മേരി ആൻ്റണി എഴുതുന്ന കത്ത്. എൻ്റെ അനുജത്തിയുടെ മകന് കല്യാണം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലായിരുന്നു. ശാലോം ഐറ്റ് ജില്ലയ്ക്ക് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചതിൻ്റെ ഫലമായി 11ാം വർഷം അവൾക്ക് ഇരട്ട കുട്ടികളെ, ഒരാണും ഒരു പെണ്ണും നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സും 9 മാസവുമായി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഫോട്ടോ സഹിതം ഒരു സഹോദരൻ തനിക്ക് ലഭിച്ച നന്മയെ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ഉയർത്തിയിരിക്കുന്നു. ഈ കത്ത് സാക്ഷ്യം ഇതാണ്. വയനാട്ടിൽ നിന്ന് ജിസ്ബി ജോർജ് എഴുതുന്നത്. ഞങ്ങൾ സ്ഥിരമായി ശാലോം നൈറ്റ്വിൽ കാണുന്നവരാണ്. ഞങ്ങളുടെ വിവാഹം താമസിച്ചായിരുന്നു കഴിഞ്ഞത്. 3 വർഷമായിട്ടും കുട്ടികൾ ഉണ്ടായില്ല. പിന്നീടുണ്ടായ കുട്ടി അബോർഷനായിപ്പോയി. അപ്പോൾ ഞങ്ങൾ ശാലോമിലേക്ക് ഫോണിലൂടെയും കത്തിലൂടെയും എല്ലാ മാസവും പ്രാർത്ഥനാ സഹായം ചോദിക്കുമായിരുന്നു. എൻ്റെ ഭാര്യയുടെ 2 അണ്ഡാശയത്തിലും മുഴകളായിരുന്നു. അത് മാറാനും കുട്ടികളുണ്ടാകാനും വേണ്ടി ഞങ്ങൾ ജപമാലയും കരുണക്കൊന്തയും ചൊല്ലി മധ്യസ്ഥം അപേക്ഷിച്ചു. 2013 ഒരു മകളെയും 15 ഒരു മകനെയും നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ദൈവത്തിന് കോടാനുകോടി നന്ദി. മിടുക്കരായ 2 കുഞ്ഞുങ്ങളുടെ ഫോട്ടോ സഹിതം ഈ മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. കരങ്ങളടിച്ച് ഗാനം ആലപിച്ച് നന്ദി പറഞ്ഞ് കർത്താവിനെ ആരാധിക്കാം. സന്തോഷത്തോടെ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകന്തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ കുഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകന്തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ 1000 നന്ദി, നീ ചെയ്ത നന്മകൾ 1000 നന്ദി. യെശയ്യാ പ്രവചനത്തിലൂടെ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കൂടെയുള്ള ദൈവം ഉറങ്ങാത്ത ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ശ്രവിക്കാൻ കാതുകൾ തുറന്നിരിക്കുന്ന നല്ലവനായ ദൈവം. അവൻ ഒരിക്കലും മയങ്ങത്തില്ല, ഒരിക്കലും ഉറങ്ങത്തില്ല. കരമുയർത്തി ഹല്ലേലൂയ പറയാം, ശക്തിയോടെ പറയാം ഹല്ലേലൂയ. ഒരു സൗഖ്യത്തിൻ്റെ കത്താണ് വായിച്ച് കർത്താവിന് നാം മഹത്വം കൊടുക്കുന്നത്. ചേർത്തല കഞ്ഞിക്കുഴിയിൽ നിന്ന് ബൈജു ജോസഫ് എഴുതിയ കത്താണിത്. എൻ്റെ ഭാര്യയ്ക്ക് 2 വർഷത്തിലേറെയായി വയറ്റിൽ 2 മുഴകളുണ്ടായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ നെഞ്ചിൻ്റെ വലതുവശത്തും ഇടതുവശത്തും സൂചി കുത്തുന്ന പോലെ വേദന വന്നു. ഇതൊരു സർജനെ കാണിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് മാമോഗ്രാം ടെസ്റ്റും സ്കാനിങ്ങും നടത്തുവാൻ എഴുതി തന്നു. ഭാര്യയുടെ ഒരു ബന്ധു ശാലോമിലെ എല്ലാ ആദ്യ വെള്ളിയാഴ്ചത്തെയും നൈറ്റ്വിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഞാനും ഈ പ്രാർത്ഥന കാണുമായിരുന്നു. അതിൻ്റെ ഫലമായി ടെസ്റ്റിന് പോകുന്നതിന് മുമ്പുള്ള ആദ്യ വെള്ളിയാഴ്ചത്തെ നൈറ്റ്വിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വച്ചിരിക്കുന്നതിൽ തൊട്ട് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ടെസ്റ്റ് ചെയ്ത റിസൾട്ട് വന്നപ്പോൾ മുഴകളെല്ലാം വെറും തടിപ്പുകളായി മാറുകയും വിറ്റാമിൻ ഗുളിക മാത്രം കഴിച്ചാൽ മതിയെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. വർഷങ്ങളായി ഭാര്യ തൈറോയിഡിൻ്റെയും BP-യുടെയും ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം അത് രണ്ടും നോർമലായി. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധാത്മാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങളടിച്ച് ഗാനം ആലപിച്ച് സൗഖ്യം തന്ന കർത്താവിന് മുഴുവൻ മഹത്വം കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി പറഞ്ഞേ വായി തുറന്ന് നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി എൻ ശക്തിയാലല്ല ബലത്താലല്ല നിൻ ദയയല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിൻ ദയയല്ലയോ എന്നെ നടത്തിയത് നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. പ്രിയമുള്ളവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നിശ്ചയമായി നാം അനേകരുടെ കണ്ണുനീരൊപ്പിയ കരത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു, ചിന്തിച്ചു, സാക്ഷ്യം കേട്ടു. പ്രിയപ്പെട്ടവരെ, ഈ കരം ഇന്നും പ്രവർത്തിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും ഒരുവൻ തന്നെയെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ ചെയ്തത്, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ചെയ്തത്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ചെയ്തത്, ആ പ്രവൃത്തികൾ, വീര്യപ്രവൃത്തികൾ ഈ രാത്രിയിലും ചെയ്യുവാൻ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ രോഗാവസ്ഥകൾക്ക് വേണ്ടി ചെയ്യാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഇത് വിശ്വസിച്ചേ മതിയാവൂ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു അല്പസമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ലോകത്തിന് വേണ്ടി, ശാലോമിന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ആത്മനിറവോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവായ ഈശോയേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ശാലോം ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ശാലോം ശുശ്രൂഷകളുടെ നേതൃത്വത്തിലേക്ക് അങ്ങ് വിളിച്ച എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. ശാലോം ശുശ്രൂഷകരെയും ശുശ്രൂഷകളെയും ഈ രാത്രിയിൽ ബലപ്പെടുത്തണമേ. ശാലോം പ്രസിദ്ധീകരണങ്ങളെ കരങ്ങളിൽ എടുക്കണമേ, അഭിഷേകം ചെയ്യണമേ. ശാലോം ടൈംസിന് വേണ്ടി, സൺഡേ ശാലോമിന് വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രസിദ്ധീകരണ ശുശ്രൂഷകളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ഉയർത്തിയ ശാലോം ടെലിവിഷനെ വീണ്ടും അഭിഷേകം ചെയ്യണമേ. എല്ലാ പ്രോഗ്രാമുകളെ ജനകോടികൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ശാലോം ടിവിയെ സൗജന്യമായി വിതരണം ചെയ്യുന്ന കേബിൾ ടിവിക്കാരെയും DTH നെറ്റ്വർക്കുകാരെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ശാലോമിന്റെ ഇംഗ്ലീഷ് ചാനലിന് വേണ്ടി, ശാലോം വേൾഡിന് വേണ്ടി, ശാലോം യൂറോപ്പിന് വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിന്, ലോക ജനതയ്ക്ക് അനുഗ്രഹമാക്കി ഈ ചാനലുകളെ അവിടുത്തെ കരങ്ങളിൽ വാഴ്ത്തണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശാലോം ശുശ്രൂഷകളിൽ വന്നു നിറയണമേ. ശാലോമിനോട് ചേർന്ന് അധ്വാനിക്കുന്ന എല്ലാ ജീവിതങ്ങളെ ഈ രാത്രിയിൽ മാനിച്ചുയർത്തണമേ, അനുഗ്രഹിച്ചുയർത്തണമേ, കൂടുതൽ നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശാലോം കൂടാരത്തിൽ വന്നു നിറയണമേ. ശാലോം ശുശ്രൂഷകളിൽ വന്നു നിറയണമേ. കരങ്ങൾ ഉയർത്തി ഈ മേഖലകളിലേക്കെല്ലാം ആത്മാവ് രാത്രി അതിശക്തമായി ഇറങ്ങുന്നത് കണ്ടുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ഉയർത്തി മിനിസ്ട്രി വീണ്ടും രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥനയാൽ ബലം പ്രാപിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സർവ്വയത്തിൽ കർത്താവിനെ പിടിച്ച് ആരാധിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, രക്ഷകനായ യേശുവേ, ശാലോം വെബ്രഡിക്ക് വേണ്ടി ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. അനേകം ജനതകൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് മാറ്റണമേ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ ശാലോം ടിവിയുടെ മുമ്പിലിരുന്ന്
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല ജീവിതങ്ങളെ, എല്ലാ രോഗികളെ അവിടുന്ന് സന്ദർശിക്കണമേ. കത്തുകളിലൂടെ മെയിലുകളിലൂടെയും പ്രാർത്ഥന ചോദിച്ച എല്ലാ ജീവിതങ്ങളെ അവിടുന്ന് സന്ദർശിക്കണമേ. ഹല്ലേലൂയ. കടബാധ്യതകളിൽപ്പെട്ടവരെ, രോഗപീഠകളിൽപ്പെട്ടവരെ സന്ദർശിക്കണമേ. തകർന്ന കുടുംബങ്ങളെ പുതുക്കി പണിയണമേ. ഹല്ലേലൂയ. കരയുന്നവരുടെ കണ്ണുനീരപ്പണമേ. അവിടുത്തെ തിരുരക്തത്താൽ എല്ലാവരും കഴുകണമേ. കർത്താവായ യേശുവേ, കത്തോലിക്ക തിരുസഭയെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണർവ് പ്രാപിക്കട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ. തളർന്നു പോയ യൂറോപ്യൻ സഭകൾ വീണ്ടും ഉണർവ് പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. മാർപ്പാപ്പയ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. വീണ്ടും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങളിതാ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ലോകം മുഴുവനും അവിടുന്നാണ് ഏകരക്ഷകനെന്ന് അറിയട്ടെ. ലോക നേതാക്കളെ വിശുദ്ധീകരിക്കണമേ, മാനസാന്തരപ്പെടുത്തണമേ. എല്ലാ വൻകരകളും യേശുനാമത്തെ ഉണരപ്പെടട്ടെ, ഉണരപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ, വന്നു നിറയണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഉയർത്തിയ കരങ്ങളിൽ നമ്മുടെ കുടുംബം, നമ്മുടെ പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങൾ എല്ലാം ഇതാ കർത്താവ് ഏറ്റെടുക്കുകയാണ്. നീ രോഗിയാണെങ്കിൽ പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിലേക്ക് ഇത് ആത്മാവ് ഇറങ്ങുന്നു. നിന്റെ സൗഖ്യത്തിന്റെ സമയമാണ്, നിന്റെ വിടുതലിന്റെ സമയമാണ്. നിങ്ങളുടെ മക്കളുടെ ഭാവിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വഴിതെറ്റി പോയവരെ തിരിച്ചുകൊണ്ടുവരുന്നു. കരങ്ങളെ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടവരെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ ലോകത്തിന്റെ വിജയം നേടാൻ ധീരതയേകണമേ. രണ്ട് കരമുയർത്തി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടവരെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ,